അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അബൂബക്കർ ഫൈസി മലയമ്മ അദ്ദേഹം ഇന്നലെ കുറച്ച് വാക്കുകൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കുറച്ച് കയറിപ്പോയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വല്ല കഥയുണ്ടോ? മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ചു പറയാങ്ങായി. നിങ്ങൾ ആ സ്വഹാബിയിൽ പെട്ടുകാണ്ട്, അതുപോലെ തന്നെ നളന്ദ സമസ്തയിൽപ്പെട്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമസ്തയിലാകുമ്പോൾ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി തങ്ങളോടൊപ്പം നിൽക്ക്, സയ്യിദുൽ ഉലമയോടൊപ്പം നിൽക്ക്, അതുപോലെ സമസ്ത പണ്ഡിതന്മാരോടൊപ്പം നിൽക്ക്. അതല്ലാതെ നളന്തയോടൊപ്പം സ്വഹാബികളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ രൂപത്തിലൊക്കെ പറയും. എന്താണ് അയാൾ ഇന്നലെ പ്രസംഗിച്ച് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ചിട്ട്? അയാളുടെ പ്രസംഗത്തിൻ്റെ വാക്കുകളൊക്കെ പോണത് എങ്ങോട്ടോ അറിയോ? ജബ്ബാർ ഹാജി കാന്തപുരത്തിൻ്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരീക്കോട് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഈ അബൂബക്കർ ഫൈസി മലയമ്മ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സമ്മേളനത്തിൽ വെച്ച് പറയുന്നത് എങ്കിൽ, അതേ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ ജബ്ബാർ ഹാജിക്ക് ആ വിജയത്തിൻ്റെയും മറ്റും പൊന്നാരമണിയിക്കുന്നതും പിന്നെ ആശീർവാദം നൽകുന്നതും അതേ സമ്മേളനത്തിലും അതേ സ്റ്റേജിലും വെച്ചുകൊണ്ടാണ്, അവിടെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? പൊന്നാര സുഹൃത്തെ, ഏതായാലും അബൂബക്കർ ഫൈസി മലയമെന്ന് പറയട്ടെ. ജമാഅത്തുകാർ വന്നു, വ്യത്യസ്ത തരീഖത്തിന്റെ ആശയക്കാർ വന്നു, അവരെല്ലാം വേറിട്ട് പോവുകയാണ് ചെയ്തത്. സ്വഹാബത്ത് പഠിപ്പിച്ച പ്രവാചക പുങ്കുകളുടെ മദീനയിൽ നിന്ന് ഇസ്ലാം അതിമനോഹരമായി നമ്മുടെ നാട്ടിൽ പ്രകാശിച്ച ഇസ്ലാമിന്റെ ധാരയിൽ നിന്ന് അവർ പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോയ ആളുകൾ, അവരിൽ ചിലർ സമൂഹത്തിൽ ചെറിയ ദുസ്വാധീനം ചെലുത്തിയിട്ട് പട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാതെ മാറി നിന്നവരുണ്ട്, ശുഷ്കിച്ചു പോയവരുണ്ട്. അതുപോലെ അവാന്തര വിഭാഗമായി ഇങ്ങനെ മഹല്ല് ജമാഅത്തുകൾ പിളർത്തിയും വേറെ മഹല്ല് ജമാഅത്തിൽ ജുമുഅ തുടങ്ങിയും, അത് മലയാളത്തിലാണെങ്കിലും മറ്റു ഭാഷയിലാണെങ്കിലും മദ്രസ സ്ഥാപിച്ചും കടന്നുപോയ ആളുകൾ. അങ്ങനെ പോയ കൂട്ടത്തിലാണ് 89-ൽ കാന്തപുര അബൂബക്കർ മുസ്ലിയാരും വരുന്നത്. ഈ 89 ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടയും ഓർമ്മപ്പെടുത്തേണ്ടയും സമയമല്ല. ഇപ്പോ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ആൾ ഈ പറയുന്നത്. അബൂബക്കർ മുസ്ലിയാർ ചെയ്ത് നോക്കൂ നിങ്ങൾ. എതിർപ്പുകാർ ചെയ്തതുപോലെ, ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തതുപോലെ, മറ്റ് അവാന്തര വിഭാഗക്കാർ ചെയ്തതുപോലെ അദ്ദേഹം ഈ സ്വഹാബത്ത് പണിത പള്ളിക്ക്, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്ഥാപിതമാകുന്ന പള്ളിക്ക് സമാന്തരമായി. സുഹൃത്തെ, നിങ്ങൾ ഈ പറഞ്ഞതിനേക്ക് അതേ നാണയത്തിൽ ഇപ്പൊ പറയുന്നില്ല. അങ്ങനത്തെ ഒരു സമയം അല്ല, അനുവദിക്കുന്നുമില്ല. ആയതുകൊണ്ട് ആ വിഷയം പറയുന്നില്ല. ഏതായാലും ബാക്കിയും കൂടി അയാൾ പറയട്ടെ. പള്ളി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ അനുഷ്ഠാന കർമ്മത്തെ പോലും ഫസാദാക്കി അദ്ദേഹം വിശുദ്ധ റമളാന്റെ 30ാമത്തെ പകൽ നോമ്പ് പെരുന്നാളാക്കി പ്രഖ്യാപിച്ചു. ഇയാള് പട്ടിക്കാട് ജാമ്യന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ ഒറ്റ പണ്ഡിതന്മാർക്കും ഇയാൾ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും ഇയാളുടെ ഈ സംസാരം ഒരൊറ്റ മൂക്ക് കീഴ്പ്പെട്ടായ ഒറ്റ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ഇല്ല. ഉറപ്പാണ്, ഇതിൽ യാതൊരു സംശയമല്ല. ഞാൻ ഓർക്കണം, ആ സമയത്ത് കോഴിക്കോട്ട് മഹാരാജൻ മർഹൂം നാട്ടികോസ്താദ് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേവലം 38 മിനിറ്റ് മാത്രമാണുള്ളത്. 38 മിനിറ്റും അല്ല, മണിക്കൂർ കണക്കിന് ദിവസക്കണക്കിന് സംസാരിച്ച സംസാരങ്ങൾ, പ്രസംഗങ്ങൾ നാട്ടിക ഉസ്താദിന്റെ ഉണ്ട്, AP ഉസ്താദിന്റെ ഉണ്ട്, നംസുലുലമന്റെ ഉണ്ട്. ഇങ്ങനെ പല ഉസ്താദുമാരുടേതും ഇന്നും ഇപ്പോഴും ഉണ്ട്. അതൊരു 38 മിനിറ്റ് മാത്രമാക്കണ്ട. കടന്നു വന്നത്. അതുകൊണ്ട് അവര് ഒരിക്കലും ബഹുമാന്യരായി മാറാൻ സാധ്യതയില്ല. ചില ആളുകൾക്ക് അവരിന്ന് ബഹുമാന്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരിന്ന് മാതൃകായോഗ്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരോട് ഐക്യപ്പെടാനും അവരോട് സമരസപ്പെടാനും അവരോട് ഒത്തുപോകാനും വെമ്പൽ കൊള്ളുകയാണ്. ഈ മലബാറിന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കാത്തവരാണവർ, അല്ലെങ്കിൽ അതിൽ ബോധ്യം വരാത്തവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുന്നി മഹല്ല്
ഈ ചെങ്ങായിനൊന്നും ഒരിക്കലും ഈ സുന്നിമാലി ഫെഡറേഷനിൽ വെക്കരുത് കേട്ടോ. കാരണം അത്തരം നജസാണ് ഇവനൊക്കെ. കാരണം അങ്ങനെ പറയാൻ കാരണം അത് മനസ്സിലാക്കണം. ഇവരൊരിക്കലും ബഹുമാന്യരാവാൻ സാധ്യതയില്ല, ഇവരൊരിക്കലും അങ്ങനത്തോരാവാൻ സാധ്യതയില്ല എന്നൊക്കെ വന്നുകൊണ്ട് പറയുമ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു ടൈമല്ല, ഇപ്പം അതിൻ്റെ ഒരു ടൈമല്ല. ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലും പോവുകയാണ്. ഈ രാഷ്ട്രീയക്കാരനായ ജബ്ബാറാജ് പറഞ്ഞ വിഷയം പറയണത്, ജബ്ബാറാജ് ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ജബ്ബാറാജ് ഇതിൻ്റെ മുന്നേ എന്തെല്ലാം പറഞ്ഞിരുന്നു? ജബ്ബാറാജ് ഇതിൻ്റെ മുന്നേ എന്തെല്ലാം പറഞ്ഞിരുന്നു? അവര് രാഷ്ട്രീയക്കാരാണ്. ഒരേ സമയം ഈ 5 കൊല്ലത്തിൽ അവർ വേറെ എന്താ പറയുന്നത്, അടുത്ത 5 കൊല്ലത്തിൽ അവർ വേറെ പറയും. അവർക്ക് ഈ ഇലക്ഷന് വോട്ടാ വേണ്ടത്. ആ വോട്ട് കിട്ടാൻ വേണ്ടിക്കൊണ്ട് അവരെന്തും പറയും. ഇവിടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം ഖലീൽ ബുഖാരി തങ്ങൾ, കാന്തപുരത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിവരം ഇവിടെ ഖലീൽ തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഖനത്തിൽ അറിയിക്കുകയുണ്ടായി. രാഷ്ട്രീയം എന്നുള്ളത് ആർക്കും ആവാം, പക്ഷേ സമസ്തക്ക് രാഷ്ട്രീയമല്ല. അത് കാന്തപുരം വിഭാഗമാണെങ്കിലും ശരി, സമസ്തയാണെങ്കിലും ശരി, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം, പല രാഷ്ട്രീയക്കാരുണ്ടാവും, അതാവാം. പക്ഷേ ഇതുപോലത്തെ സ്വഹാബികൾ, ഈ ചങ്ങായി പ്രസംഗിച്ച അബൂബക്കർ ഫൈസിയെ പോലത്തവർ ഇതുപോലത്തെ ആളുകളെ നേതൃഘട്ടത്തിലേക്ക് കൊടുന്നാൽ ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് ഐക്യപ്പെടൂല. കാരണം ഇവർ കുത്തിത്തിരിപ്പേ ഉണ്ടാക്കുള്ളൂ. ഇവരിപ്പോൾ സമസ്തി തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയല്ലേ. ഇപ്പം ഈ സംസാരിക്കുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ മുറ്റത്ത് വെച്ചിട്ടല്ലേ, അതേ വേദിയിൽ വെച്ചിട്ടല്ലേ ഇയാൾ എതിർത്ത ആ ജബ്ബാറാജിക്ക് വേണ്ടി കൊണ്ട് പുനരണിയിക്കണത്. ജയവുമായി ബന്ധപ്പെട്ട് അവർ രാഷ്ട്രീയക്കാരാകുമ്പോൾ ഏത് സ്റ്റേജിൽ വന്ന് അതിനനുസരിച്ച് കണ്ട് സംസാരിക്കും. ഉറപ്പല്ലേ, രാഷ്ട്രീയക്കാർക്ക് അതല്ലേ. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഇലക്ഷനല്ല, മുന്നത്തെ ഇലക്ഷൻ വരെ കാന്തപുരം വിഭാഗത്തിനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗുകാർ മാത്രമാണ്. യാതൊരു തർക്കമല്ല. എന്തെല്ലാം തെറി. ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ തലി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ കാന്തപുരത്തിയും കെട്ടും കെട്ടി എന്ന് പറഞ്ഞിട്ടേ വിളിച്ചിരുന്നത്. എല്ലാ നിലക്കും. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇപ്പം എന്ത് ചെയ്തു? കാന്തപുരത്തിൻ്റെ കേരള യാത്ര കണ്ടപ്പോലൊക്കെ ഇറങ്ങി വന്നു. ഓലെല്ലാവരും ക്ഷണിച്ചു. ലീഗുകാരെ ക്ഷണിച്ചു, കോൺഗ്രസ്സുകാരെ ക്ഷണിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ക്ഷണിച്ചു. ഇവരെല്ലാവരും തിരൂരക്ക സമ്മേളനത്തിന് ചെന്നപ്പോൾ 2 സൈഡിലും ബാനർ പിടിച്ച് അവരഭിവാദ്യം അർപ്പിക്കുന്നു, വരവേൽക്കുന്നു. അതൊക്കെ സർവ്വസാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യണെന്താ? അപ്പൊ ജിഫിരി തങ്ങൾ പാപ്പ അവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത്? പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സമ്മേളന നഗരിയിൽ വെച്ചിട്ട് ആ ഫൈസികളായി പട്ടം വാങ്ങിക്കൊണ്ട് ഇറങ്ങുന്ന ഫൈസികളോട് പറഞ്ഞത്, നിങ്ങൾ അച്ചടക്കമുള്ളവരാവണം, അതവുള്ളവരാവണം, ഒരാളും വലിയവനായി ധരിക്കരുത്, വലിയവനാണ് എന്ന് തോന്നിയിട്ട് സംസാരിക്കരുത്, അതമില്ലാതെ ഒരിക്കലും ഉണ്ടാവരുത്, ആലിമീങ്ങളെ തെറി പറയരുത്. ഇതൊക്കെ പറയണത് ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്നാ മനസ്സിലാണത്. ഇപ്പം എന്താന്ന് വെച്ചാൽ ജിഫിരി തങ്ങൾ പാപ്പ സമസ്തന്റെ പ്രസിഡന്റ് ആയപ്പോൾ ജിഫിരി തങ്ങൾ പാപ്പ ഇപ്പോൾ കാട്ടണം എന്താന്ന് വെച്ചാൽ, പണ്ടൊക്കെ കാട്ടിയിരുന്നത് നേരെ രാഷ്ട്രീയക്കാർ കുഞ്ഞാലിക്കുട്ടിക്കാണ് വിളിച്ചു, എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെ കൈകാര്യം ചെയ്തിരുന്നത്, അതല്ലെങ്കിൽ ലീഗുകാർ. ഇപ്പം ഇന്ന് അങ്ങനല്ല. ഇന്ന് സമസ്തന്റെ പ്രസിഡന്റ് ജിഫിരി തങ്ങൾ പാപ്പ നേരെ എന്ത് ചെയ്യാണ്? പിണറായിയാണ് മുഖ്യമന്ത്രി, പിണറായിക്കാണ് വിളിച്ചു. പിണറായി സാർ, ഇവിടെ ഒരു സ്കൂളിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ സമസ്തൻ്റെ പ്രശ്നങ്ങളുണ്ട്, എന്നെ കൊണ്ട് കഴിയണ കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. അങ്ങനല്ലേ മുഖ്യമന്ത്രി വരെ എല്ലാം. അത് കാന്തപുരം അങ്ങനെ തന്നെ. കാന്തപുരം ഉസ്താദ് അവരുകൾ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ആ ശബ്ദം അങ്ങ് ചെന്നാൽ അല്ലാ അല്ലാ അങ്ങനല്ലേ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ആദ്യം ഇവർക്കിപ്പോൾ സഹിക്കണില്ല, സ്വഹാബികൾക്ക് സഹിക്കണില്ല. എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ്ട് തമ്മിലടുപ്പിക്കണം. അതിപ്പോൾ താൽക്കാലികം നടക്കാൻ പോണ കാര്യമല്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾ ജിഫിരി തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ ആവശ്യമെന്ന ഒന്നായിരിക്കും, ഞങ്ങൾ സുന്നികളൊക്കെ ആശയവിഷയത്തിൽ ഒന്നാട്ടോ. അതാ ജിഫിരി തങ്ങൾ പാപ്പ പറഞ്ഞത്, അതാ വർത്താനം, അതാ വാക്ക്.
അതന്നെ കേരള യാത്രയിൽ ഉടനീളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലേ സംസാരം. എന്നിട്ട് അതിൻ്റെ അടിയിൽ നനഞ്ഞ ചകിരി കയറി കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനായാലും പോയഞ്ഞ് ശ്വാസം മുട്ട് തന്നെ ചെയ്യുള്ളൂ. അതിൽ പെട്ടതാണ് ഈ അബൂബക്കർ ഫൈസി മലയമ്മ എന്ന് പറഞ്ഞ ഈ സാധനം. ചെങ്ങായിക്ക് അവസരം കിട്ടിയപ്പോൾ അവിടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും പ്രവർത്തകർ, ഇരു സമസ്തകളിലുള്ള പ്രവർത്തകരും നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ ആലിമീങ്ങൾ, ഇരുപക്ഷത്തുള്ള ആലിമീങ്ങളും പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരായി കണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലത്തെ പുകഞ്ഞ ചകിരികൾ, നനഞ്ഞ ചകിരികളെ തൊട്ട് എല്ലാത്തിനെ തൊട്ടും അതുപോലത്തെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.